Dear students, welcome to Fluid Mechanics Laboratory. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ വെഞ്ചുറിമീറ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഓറിഫൈസ്. ഒരു ഓറിഫൈസിലൂടെയുള്ള ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എത്രയാണ് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഒരു ഓറിഫൈസ്. An orifice is an opening having closed perimeter made in the walls or the bottom of tank or a vessel containing fluid through which the fluid may be discharged. ഒരു ക്ലോസ്ഡ് ടാങ്കിൽ, ഒരു ടാങ്ക് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഒരു ടാങ്കിൻ്റെ ഒരു ഓപ്പണിംഗ്, ഒരു ടാങ്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിലൂടെ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ അങ്ങനെയുള്ള ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ഓറിഫൈസ് എന്നത്. ആ ഒരു ഓപ്പണിങ്ങിലൂടെ നമ്മളുടെ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് ഓറിഫൈസ് എന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുന്നത്. ഒരു ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ അതിനൊരു പെരിമീറ്റർ ഉണ്ടാവും. ആ പെരിമീറ്ററിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിക്കുന്ന ഒരു സർക്കുലാർ ഷേപ്പിലുള്ള ഓറിഫൈസ് ആയിരിക്കും. സോ there will be a diameter for that orifice and നമ്മൾ ആ ഓറിഫൈസിലൂടെ വരുന്ന ഫ്ലൂയിഡ് ജെറ്റ് അഥവാ അതിലൂടെ പുറത്തേക്ക് ഡിസ്ചാർജ് ആവുന്ന ഫ്ലൂയിഡ്, അതിൻ്റെ വെലോസിറ്റി ഓഫ് ജെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് √2gh. ദെൻ ആ ഒരു ഓറിഫൈസിലൂടെയുള്ള ഡിസ്ചാർജ്, ദാറ്റ് ഈസ് Q, ഡിസ്ചാർജ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് A into √2gh, where A is the area of cross section of the orifice and h is the head over the orifice. So A എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓറിഫൈസിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയാണ് നമ്മൾ A എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ H എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ആ ഒരു ഓറിഫൈസിൻ്റെ മുകളിലേക്ക് വരുന്ന ഹെഡ്, വാട്ടർ ഹെഡിനെയാണ് H എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ദെൻ എത്ര ടൈപ്പ് ഓറിഫൈസസ് ഉണ്ട്? നമുക്കറിയാം ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഏതൊക്കെ ടൈപ്പ് ഓറിഫൈസുകളാണ് ഉള്ളത്? ഓറിഫൈസിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ സൈസ്, ഷേപ്പ് ആൻഡ് ഷേപ്പ് ഓഫ് ദി അപ്സ്ട്രീം എഡ്ജ് ആൻഡ് ദി ഡിസ്ചാർജ്ഡ് കണ്ടീഷൻ. നമ്മുടെ ഓറിഫൈസിൻ്റെ സൈസ്, അതേപോലെ ഓറിഫൈസിൻ്റെ ഷേപ്പ്, അതേപോലെ തന്നെ അതിലൂടെ വരുന്ന ഫ്ലൂയിഡ്, പുറത്തേക്ക് ഫ്ലോ ചെയ്ത് വരുന്ന ഫ്ലൂയിഡിൻ്റെ അപ്സ്ട്രീം എഡ്ജ്, അതേപോലെ തന്നെ ഡിസ്ചാർജ്ഡ് കണ്ടീഷൻ, ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓറിഫൈസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ദി സൈസ്. സൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ ഓറിഫൈസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലാർജ് ഓറിഫൈസ് ആൻഡ് സെക്കൻഡ് വൺ സ്മോൾ ഓറിഫൈസ്. ദെൻ അക്കോർഡിംഗ് ടു ദ ഡിസ്ചാർജ് കണ്ടീഷൻ, ഡിസ്ചാർജ് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒരെണ്ണം ഓറിഫൈസ് ഡിസ്ചാർജ്ഡ് ഫ്രീ ആൻഡ് സബ്മേർജ്ഡ് ഓറിഫൈസസ്. തേർഡ് വൺ അക്കോർഡിംഗ് ടു ദി ഷേപ്പ്, ഓറിഫൈസിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇതിൽ 4 ടൈപ്പാണ്. ഫസ്റ്റ് വൺ സർക്കുലാർ ഓറിഫൈസ്, ദെൻ റെക്റ്റാങ്കുലാർ ഓറിഫൈസ്, തേർഡ് വൺ ട്രയാങ്കുലാർ ഓറിഫൈസ് ആൻഡ് ഫോർത്ത് വൺ സ്ക്വയർ ഓറിഫൈസ്. Fourth type of classification is according to the shape of the upstream edges. First one sharp edged orifice and bell mouthed orifice. സോ ഇത്രയും ആണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഓറിഫൈസസ് എന്ന് പറയുന്നത്. 4 ടൈപ്പുകളാണുള്ളത്. അക്കോർഡിംഗ് ടു ദി സൈസ്, അക്കോർഡിംഗ് ടു ദി ഡിസ്ചാർജ് കണ്ടീഷൻ ആൻഡ് അക്കോർഡിംഗ് ടു ദി ഷേപ്പ് ആൻഡ് അക്കോർഡിംഗ് ടു ദി ഷേപ്പ് ഓഫ് ദി അപ്സ്ട്രീം എഡ്ജസ്.
ഈ ഒരു ഓറിഫൈസ് അപ്പാരറ്റസിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്കിവിടെ കാണാം. ഇതിൽ കാണുന്നുണ്ട് ഓറിഫൈസ് എന്നുള്ള പോർഷൻ നിങ്ങൾക്ക് കാണാം. ഒരു വീന കോൺട്രാക്റ്റ എന്നുള്ള മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കളക്റ്റിംഗ് ടാങ്ക് ഉണ്ട്. ആ ഒരു കളക്റ്റിംഗ് ടാങ്കിലോട്ടാണ് നമ്മുടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തിട്ട് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ അപ്പാരറ്റസിൽ വരുന്ന എച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഹെഡ് ഓവർ ഓറിഫൈസ് എന്നുള്ള ആ ഒരു പോർഷൻ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്ടറിൻ്റെ ഇൻലെറ്റ് സപ്ലൈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ്, ഓറിഫൈസ് മീറ്റർ അപ്പാരറ്റസ്. ഇതാണ് നമ്മുടെ ഓറിഫൈസ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്ന അപ്പാരറ്റസ്. ഒരു അപ്പാരറ്റസിൻ്റെ റിയൽ ഫിഗറാണ് നിങ്ങളിവിടെ കാണുന്നത്. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഓറിഫൈസ്. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ്. ദ നെയിം ഓഫ് എക്സ്പെരിമെൻറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഓറിഫൈസ്. നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, to determine the coefficient of discharge of the given orifice fitted on the tank. നമുക്ക് തന്നിരിക്കുന്ന ടാങ്കിലുള്ള ഒരു ഓറിഫൈസ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഓറിഫൈസിലൂടെ ഉള്ള കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ് നമുക്ക് ഒരെണ്ണം കണ്ടുപിടിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് എയിം ഈസ് ടു പ്ലോട്ട് ദ ഗ്രാഫ്. നമുക്ക് രണ്ട് ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യാനുണ്ട്. HW വേഴ്സസ് CD ആൻഡ് HW വേഴ്സസ് QA. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു CD എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്, HW എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് വാട്ടർ ആണ്, ആൻഡ് Q എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ്. QA ഈസ് ആക്ച്വൽ ഡിസ്ചാർജ്. ദെൻ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായ അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓറിഫൈസ് പ്ലേറ്റ് ഫിറ്റഡ് ഓൺ എ ടാങ്ക്. ദെൻ എ പീസോമീറ്റർ ഫിറ്റഡ് ഓൺ ദി ടാങ്ക് ടു മെഷർ ദി head over the orifice, then measuring tank and coordinate measuring instruments and stopwatch. These are the apparatus required for this experiment. Then what is the principle? You can see water enters the supply tank through a perforated diffuser placed below the water surface. നമുക്കറിയാം, നമ്മളൊരു സെറ്റപ്പ്, ഈ ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് ഡിസ്ചാർജാണ്. സോ ഡിസ്ചാർജ് ആവുന്നത് അവിടെയുള്ള ഫ്ലൂയിഡാണ്. നമുക്കൊരു ഇൻലെറ്റ് പോർഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സപ്ലൈ ടാങ്കിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫ്ലൂയിഡിനെ ഒരു മോട്ടോർ വെച്ചിട്ട് നമ്മൾ പമ്പ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു മോട്ടറിലൂടെ പമ്പ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആ ടാങ്കിൽ ഫില്ലായതിനു ശേഷം നമ്മുടെ ആ ഒരു ഓറിഫൈസ് പോർഷനിലൂടെ ഫ്ലോ ചെയ്തിട്ട് പുറത്തേക്ക് കളക്റ്റിംഗ് ടാങ്കിലോട്ട് പാസ് ചെയ്തിട്ട് വരും. ഓക്കെ, സോ ഈ പുറത്തേക്ക് പാസ് ചെയ്ത് വരുന്ന ഫ്ലൂയിഡ്, ഈ ഓറിഫൈസിലൂടെ പാസ് ചെയ്ത് വരുന്ന ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഒരു ഫ്ലൂയിഡിൻ്റെ ഡിസ്ചാർജ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. എത്രയാണ് അവിടെ ആ ഒരു ഓറിഫൈസിലൂടെ പുറത്തേക്ക് വരുന്ന ഡിസ്ചാർജ് എന്നുള്ളത്. സോ ആ ഡിസ്ചാർജിനെ നമ്മൾ മെഷർ ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് അവിടെ ഒരു ആക്ച്വൽ ഡിസ്ചാർജും ഉണ്ടാവും, ഒരു തിയററ്റിക്കൽ ഡിസ്ചാർജും ഉണ്ടാവും. തിയററ്റിക്കൽ ഡിസ്ചാർജ് നമ്മൾ ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. ആക്ച്വൽ ഡിസ്ചാർജ് ആണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് വൈസ് അവിടെ നിന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും QT ആൻഡ് QA ഈ രണ്ടെണ്ണവും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഷ്യോ എടുത്തുകൊണ്ട് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൻ്റെ എല്ലാ ഇക്വേഷൻസും നമ്മുടെ ടേബിളാർ കോളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഇക്വേഷൻസ് എല്ലാം ടേബിളാർ കോളത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ടേബിളാർ കോളം. ഇവിടെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ സെഷനിലെല്ലാം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വെഞ്ചുറി മീറ്ററിൻ്റെ ടേബിളാർ കോളം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിലും റിപ്പീറ്റ് ചെയ്ത് തന്നെ വരുന്നുണ്ട്. ദെൻ ഫസ്റ്റ് കോളത്തിൽ നമുക്കറിയാം സീരിയൽ നമ്പേഴ്സ് 1 2 3 4 5. ദെൻ ഹെഡ് ഓഫ് വാട്ടർ, ഇവിടെയുള്ള ഹെഡ് ഓഫ് വാട്ടർ H എന്ന് നമുക്ക് കാണാം. ഈ ഹെഡ് ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് 70 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ, 40, 30 അങ്ങനെയുള്ളൊരു 5 വാല്യൂസാണ് നമ്മൾ ഹെഡ് ഓഫ് വാട്ടർ എടുക്കുന്നത്. ഈ ഹെഡ് ഓഫ് വാട്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദെൻ ഈ ഒരു ഹെഡ് ഓഫ് വാട്ടർ നമ്മളൊരു സ്റ്റേബിളായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെക്കും. ദെൻ
നമ്മൾ ടാങ്കിൽ 10 സെൻറ്റിമീറ്റർ റൈസ് ആവാൻ എടുക്കുന്ന സമയം നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ ഹെഡ് ഓഫ് വാട്ടറിൽ 10 സെൻറ്റിമീറ്റർ ടാങ്കിൽ ലിക്വിഡ് ഫില്ലാവാനുള്ള സമയം നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യും. അതിനെ നമ്മൾ ആ കോളത്തിൽ മാർക്ക് ചെയ്യും. 2 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫോർ ക്ലാരിഫിക്കേഷൻ, അതായത് കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ T1 T2 എന്നുള്ള 2 ടൈം എടുക്കും. ആൻഡ് ഫൈനലി നമ്മൾ T1 + T2 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ആക്ച്വൽ ഡിസ്ചാർജ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആക്ച്വൽ ഡിസ്ചാർജ് QA = AH ഡിവൈഡഡ് ബൈ T. ദെൻ തിയററ്റിക്കൽ ഡിസ്ചാർജ് QT = A × √2GH. Then finally we can find out coefficient of discharge by CD = QA divided by QT. ഇവിടെ നമുക്കുള്ള letters, first one A is area of the collecting tank that could be measured, and rise of water in collecting tank നമ്മളത് ഓൾറെഡി തന്നിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. So it's already given. Then diameter of orifice, small d, that's also to be measured. Then area of orifice, that d നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ A നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. π/4d² എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്കത് കാണാൻ പറ്റും. And finally G = 9.81 m/s². സോ ഇത്രയും പാരാമീറ്റർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടാബുലാർ കോളം നമുക്ക് ഫില്ല് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുക. ഹെഡ് ഓഫ് വാട്ടർ ഡിഫറെൻറ്റ് വാല്യൂവിൽ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം മെഷർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ദെൻ പ്രൊസീജിയർ, എന്താണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയർ? ഫസ്റ്റ് വൺ, ഓപ്പൺ ദി സപ്ലൈ വാൽവ് ആൻഡ് ഫിൽ വാട്ടർ ഇൻ ദി ഓറിഫൈസ് ടാങ്ക്. 2. Allow water to flow through the orifice and note the maximum head over the orifice. Divide this head to approximately 6 steps for 6 sets of reading. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് മാക്സിമം ഹെഡ് ഓറിഫൈസ് ടാങ്കിൽ എത്ര വരുമെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്തതിന് ശേഷം അതിനെ ഈക്വൽ ആയിട്ട് ഒരു 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഓൾമോസ്റ്റ് അത് 60-70 എന്നുള്ള റേഞ്ചിൽ നമുക്ക് വരും. സപ്പോസ് നമുക്കൊരു 60 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ മാക്സിമം ലെവൽ 60 എന്ന് എടുക്കും. അതിനുശേഷം 50, 40, 30, 20, 10 ഇങ്ങനെയുള്ള 6 ലെവൽ നമ്മൾ സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ 5 ലെവൽ നമ്മൾ ഹെഡ് ഓഫ് വാട്ടർ ഫിക്സ് ചെയ്ത് വെക്കും. ആ ഒരു ഫിക്സഡ് ഹെഡ് ഓഫ് വാട്ടറിൽ നിന്നാണ് നമ്മൾ 10 സെൻറ്റിമീറ്റർ കളക്റ്റിംഗ് ടാങ്കിൽ റൈസ് ആവാനുള്ള സമയം നമ്മൾ നോട്ട് ചെയ്തിട്ട് എഴുതുന്നത്. നെക്സ്റ്റ്, റെഗുലേറ്റ് ദ ഇൻലെറ്റ് വാൽവ് ടു ഒബ്റ്റെയിൻ എ കോൺസ്റ്റന്റ് ഹെഡ് ഓഫ് വാട്ടർ over the orifice and note the time taken for collecting water for a height of 10 centimeter in the measuring tank twice as T1 and T2. So നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. Next procedure, repeat the experiment for different heads over the orifice and tabulate the observation. ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. 5-6 തവണ നമ്മൾ ഡിഫറെൻറ്റ് ഹെഡ് സെറ്റ് ചെയ്തതിന് ശേഷം അത് റിപ്പീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. Then at finally we have to plot the graph HW versus CD and HW versus QA. As we know, HW is head of water and CD is coefficient of discharge. QA is actual discharge. At finally we will get the result. നമ്മൾ ഫൈനലി എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്ത് ടാബുലേഷനും കാര്യങ്ങളും അതിൻ്റെ കാൽക്കുലേഷനും സാമ്പിൾ കാൽക്കുലേഷനും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് ടോട്ടൽ കിട്ടുന്ന കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. നമ്മൾ 5 സ്റ്റെപ്പാണ് ചെയ്തതെങ്കിൽ 5 വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ ആവറേജ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ് നമ്മൾ റിസൾട്ടിൽ എഴുതേണ്ടത്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു ഗ്രാഫ് ഉണ്ടാവും. ആ 2 ഗ്രാഫും നമ്മൾ പ്ലോട്ട് ചെയ്തതിന് ശേഷം ആ ഗ്രാഫിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഗ്രാഫിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ വരയ്ക്കുകയും അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ റെക്കോർഡിൽ പേസ്റ്റ് ചെയ്ത് വെക്കുകയും വേണം. ഓക്കെ,
ഇത്രയുമാണ് ഈ എക്സ്പെരിമെൻറ്റിൽ വരുന്ന പാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതും പ്രൊസീജിയർ എങ്ങനെ ചെയ്യാം എന്നുള്ളതും എല്ലാം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷനിലൂടെ എങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ച് തരുന്നതാണ്. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് സെഷൻ.